തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ കോടികളുടെ നാശനഷ്ടം. വെള്ളം കയറി അശ്വിനി ആശുപത്രിയിൽ മാത്രം 3 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. അപ്രതീക്ഷിത വെള്ളക്കെട്ടിൽ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. അഴുക്കുചാൽ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോർപ്പറേഷന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത ഏതാനും മണിക്കൂറുകൾ നീണ്ട മഴയാണ് നഗരത്തിൽ പ്രളയസമാനമായ വെള്ളക്കെട്ടുണ്ടാക്കിയത്. മഴവെള്ളം ഒഴുകിയെത്തിയത് അശ്വിനി ആശുപത്രിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും. ഞങ്ങൾക്ക് CT മെഷീൻ, അതേമാതിരി അൾട്രാസൗണ്ട്, എക്സ്റേ, മൊത്തം മെഷീൻ, ഇവിടുത്തെ ഇൻസ്ട്രുമെന്റ് എല്ലാം മുങ്ങിപ്പോയിരിക്കുകയാണ്. ഫ്രണ്ട് ഗേറ്റിന്റെ ഉള്ളിൽ ആ കാനയിൽ നിന്ന് ബ്ലോക്കായിട്ട് തള്ളി വന്നിട്ടാണ് കാഷ്വാലിറ്റിയിലേക്കും റിസപ്ഷനിലും വന്നത്. മഴക്കാല ശുചീകരണത്തിന് തടസ്സമായത് തിരഞ്ഞെടുപ്പെന്ന് MLA പറയുന്നു. കാനകൾ ഓവർഫ്ലോ ഉണ്ടായതാണ്. ഈ വർഷം തെരഞ്ഞെടുപ്പ് വിജ്ഞാപന ചട്ടം ഉള്ളത് കൊണ്ട് അത്തരത്തിൽ യോഗം ചേർന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് ശേഷം കാനകൾ വൃത്തിയാക്കുന്ന പണിയും മറ്റും ആരംഭിക്കുന്നതിന് മുമ്പാണ് ഈ മഴ പെയ്തത്. തിരഞ്ഞെടുപ്പ് തടസ്സമായിരുന്നില്ലെന്നാണ് കളക്ടറുടെ വാദം. ഡ്രൈനേജ് ക്ലീനിങ് അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ് ചെയ്യേണ്ടത്. അതുക്കും തിരഞ്ഞെടുപ്പും ഒരു ഇതുമില്ല. ഓൾറെഡി താലൂക്ക് ലെവലിൽ താലൂക്ക് എമർജൻസി സെന്റേഴ്സ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരു അനുമതിയും നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് നൽകിയിട്ടുണ്ട്. 8ഓളം വീടുകൾക്കാണ് കാര്യമായ നാശം സംഭവിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ TV, ഫ്രിഡ്ജ്, വെക്കാനുള്ള അരി, പഞ്ചസാര എല്ലാം പോയിന്ന് സാറേ. വേനൽക്കാലത്ത് വരെ കാന വൃത്തിയില്ല, പകുതിയിൽ മേലെ വെള്ളം നിന്നിട്ട് പോണേ. ഈ വർഷക്കാലം അങ്ങോട്ട് വന്നാല് ഫ്ലാറ്റിലെ കക്കൂസ മുഴുവൻ അവര് തുറന്നു വിടും. ആ വെള്ളം മുഴുവൻ അകത്തേക്ക് അടിച്ചു കയറുന്നത്. എല്ലാ കൊല്ലം എല്ലാ കൗൺസിലർമാർക്കും പാർട്ടിക്കാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. കുറെ ഒരു 2 ലക്ഷത്തിന്റെ സാധനങ്ങൾ ഇവിടെ നശിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മേയറുടെ അനാസ്ഥയാണ് കാരണമെന്നും മേയർ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. തൃശ്ശൂരിലെ ജനതയെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇന്നലെ ഉണ്ടായ ഒരൊറ്റ മഴയിലെ ഒരുപാട് അശ്വരി ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് 3 കോടി രൂപ നഷ്ടം വരുമെന്നാണ് ഇപ്പോൾ അധികൃതരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം മേയർക്കും ഭരണസമിതിക്കുമാണ്. മേയറെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ മേയർ സ്വയം രാജിവെച്ച് പോകണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തി. റിപ്പോർട്ടർ, തൃശൂർ.